നമസ്കാരം. MCN ചാനൽ അവതരിപ്പിക്കുന്ന കാഴ്ച ഈ ആഴ്ച എന്ന പ്രതിവാര വാർത്താ അപഗ്രഥന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രസിഡന്റ് ഒബാമയുടെ പുതിയ ക്യാബിനറ്റിൽ സൂസൻ റൈസിനെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചേക്കും. ജനുവരിയിൽ 65-കാരിയായ ഹിലരി ക്ലിന്റൺ സ്ഥാനമൊഴിയുന്നതോടെ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ അമേരിക്കൻ അംബാസഡറായ സൂസൻ റൈസിന് നറുക്കുവീഴാനാണ് സാധ്യത. സെനറ്റർ ജോൺ കെറി, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ടോം ഡോണിലോൺ, ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബിൽ ബേൺസ് എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ള മറ്റ് 3 പേർ. സൂസൻ റൈസിന്റെ നിയമനം യാഥാർത്ഥ്യമായാൽ കോണ്ടലിസ റൈസിന് ശേഷം ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ കറുത്ത വംശജയായിരിക്കും ഇവർ. ചന്ദ്രനിലേക്ക് വീണ്ടും ശാസ്ത്രജ്ഞരെ അയക്കുവാൻ നാസ പദ്ധതിയിടുന്നു. പ്രസിഡന്റായി ഒബാമ തുടരുമെന്ന് ഉറപ്പായതോടെയാണ് നാസ പുതിയ പ്ലാനിങ്ങുമായി മുന്നോട്ട് പോകുന്നത്. ഒബാമ ഭരണകൂടം പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചിരുന്നുവെങ്കിലും മിറ്റ് റോമിനി ജയിച്ചു വന്നാലുണ്ടാവുന്ന പോളിസി മാറ്റം കണക്കിലെടുത്താണ് നാസ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിരുന്നത്. നാസ ഡെപ്യൂട്ടി ചീഫ് ലോറി ഗാർവറാണ് ഇത് സംബന്ധിച്ച പുതിയ സൂചന മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിലേക്ക് 3 വർഷ കാലാവധിയിൽ അമേരിക്ക വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 193 അംഗരാഷ്ട്രങ്ങളുടെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി മറ്റ് 17 രാജ്യങ്ങളെയും ഈ കൗൺസിലിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രസിഡന്റ് ഒബാമയുടെ അടുത്ത ക്യാബിനറ്റിൽ ഒരു ഇന്ത്യൻ വംശജൻ ഉണ്ടാവാനുള്ള സാധ്യതയേറുന്നു. രാജ്യാന്തര സഹായം നൽകുന്നതിനുള്ള അമേരിക്കൻ ഏജൻസിയായ USAIDന്റെ മേധാവിയും ഒബാമയുടെ വിശ്വസ്തനുമായ രാജീവ് ഷായെ പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കൻസിനും ഒരേപോലെ സ്വീകാര്യനായ രാജീവ് ഷാ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങളിൽ നേതൃത്വ പദവികൾ വഹിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ ശാന്തി ഗാന്ധി കാൻസസ് സംസ്ഥാനത്തെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഗാന്ധി കാൻസസിലെ ടോപ്പേക്കായുള്ള സ്റ്റോർമൗണ്ട് വെയിൽ ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധനായി വിരമിച്ച വ്യക്തിയാണ്. അമേരിക്കൻ ഹോട്ടൽ ശൃംഖലകൾ കേരളത്തിലേക്ക്. ഇതിനായി ഏഷ്യൻ അമേരിക്കൻ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷനിൽ അംഗങ്ങളായ 50ഓളം ഹോട്ടൽ ഉടമകളും പ്രതിനിധികളും 2013 ജനുവരിയിൽ കേരളം സന്ദർശിക്കും. ഹിൽട്ടൺ, മാരിയോട്ട്, ഷെറാട്ടൺ, ഹോളിഡേ ഇൻ, ചൈന ഹോട്ടൽ ഗ്രൂപ്പ് എന്നിവകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രതിനിധി സംഘം കേരള മുഖ്യമന്ത്രി, ടൂറിസം മന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് സ്കൂൾ തുടങ്ങുന്നതിന്റെ സാധ്യതകളും ഇവർ ആരായുന്നുണ്ട്. ടെക്സസിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ ജോർജ് എബ്രഹാമാണ് ഈ സംരംഭത്തെ ഏകോപിപ്പിക്കുന്നത്. 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയാകാനുള്ള ലിസ്റ്റിൽ ഇന്ത്യൻ വംശജനും ലൂസിയാന ഗവർണർ ബോബി ജിൻഡാലിന്റെ പേരും സ്ഥാനം പിടിക്കുന്നു. ഗവർണറായി കാഴ്ചവെച്ച ഭരണതന്ത്രജ്ഞതയും ജനങ്ങളുടെ ഇടയിലെ സ്വാധീനവും വോട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി നേതാക്കൾ. ന്യൂജേഴ്സി ഗവർണർ ക്രിസ് ക്രിസ്റ്റി, ഫ്ലോറിഡ ഗവർണർ ജെബ് ബുഷ്, വിസ്കോൺസിൻ കോൺഗ്രസ്മാൻ പോൾ റയാൻ, കെന്റക്കി സെനറ്റർ റാൻഡ് പോൾ എന്നിവരാണ് റിപ്പബ്ലിക്കൻ ലിസ്റ്റിലെ സാധ്യതാ പട്ടികയിൽ ഉള്ളത്. ഡെമോക്രാറ്റിക് സൈഡിൽ വിദേശകാര്യ സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ, വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ, ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻഡ്രൂ കുമോ തുടങ്ങിയവരുടെ പേരുകളും സാധ്യതാ ലിസ്റ്റിൽ ഉണ്ട്. കാഴ്ച ഈ ആഴ്ച ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരും. പ്ലീസ് സ്റ്റേ വിത്ത് us.
ഇത് കുറെ ചിത്രങ്ങളാണ്. ഇതിൽ കുറെ വ്യക്തികളുണ്ട്, അവരുടെ ജീവിതമുണ്ട്, കുറെ സംഭവങ്ങളുണ്ട്, ചരിത്രമുണ്ട്. പലതും ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എങ്കിലും നമ്മുടെ നാടിനെ കുറിച്ചറിയാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്കെച്ചസ്. മാറുന്ന ലോക മലയാളികൾക്കൊത്ത് മാറ്റങ്ങളുടെ മാറ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സഞ്ചാരം, അല്പം കൗതുകവും അല്പം കാര്യങ്ങളും. റിവീലിംഗ് ട്രൂത്ത്സ്, സത്യങ്ങളുടെ ചുരുളഴിയുമ്പോൾ. എക്സ്പ്ലോറിംഗ് ദി വേൾഡ് ഓഫ് റിയാലിറ്റി, ചരിത്രത്തിന്റെ ഏടുകളിലൂടെ അറിഞ്ഞതും അറിയാൻ ആഗ്രഹിച്ചതും പുതുമകളുടെ പുതിയൊരു ലോകം. ഒരു സംസ്കാരത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ശബ്ദമായി ഞങ്ങൾ മാറുന്നു. എ സ്ട്രോങ് വോയിസ്, Voice of Europe. സമൂഹത്തിൽ നിന്ന് നന്മ ഇനിയും വിട്ടുപോയിട്ടില്ലെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം മാസച്യൂസെറ്റ്സിലെ വെലസ്റ്റിയിൽ നടന്നു. പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന കടയിൽ പുസ്തകം വാങ്ങാൻ എത്തിയതായിരുന്നു ഇനിയും പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ആ മനുഷ്യൻ. പുസ്തകം വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് അതിനകത്ത് $20,000 സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടത്. അത് സ്വന്തമാക്കാതെ ഉടമസ്ഥനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനിപ്പോൾ. ഉടമസ്ഥനെ കണ്ടുകിട്ടിയില്ല എങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യാനിരിക്കുകയാണ് അദ്ദേഹം. നിലവിലുള്ള സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ദിരാ നൂയി, നീര ടണ്ടൻ, ദീപക് ഭാർഗവ എന്നീ ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള വിദഗ്ധരെ പ്രസിഡന്റ് ബറാക് ഒബാമ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു. ബിസിനസ്, തൊഴിൽ, സാമൂഹിക രംഗങ്ങളിൽ നിന്ന് ക്ഷണം കിട്ടിയവരിൽ അമേരിക്കയിലെ വൻകിട സ്ഥാപനങ്ങളിലെ പ്രമുഖരും ഉൾപ്പെടുന്നു. പെപ്സി കമ്പനി സിഇഒ ആണ് ഇന്ദിരാ നൂയി. നീര ടണ്ടൻ സെന്റർ ഫോർ അമേരിക്കൻ പ്രോഗ്രസിന്റെ പ്രസിഡന്റും ദീപക് ഭാർഗവ സെന്റർ ഫോർ കമ്മ്യൂണിറ്റി ചേഞ്ചസിന്റെ വക്താവുമാണ്. രണ്ടാം ഊഴത്തിലെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുന്നതിന്റെ ഭാഗമാണ് പ്രസിഡന്റ് ഒബാമ ഈ കൂടിക്കാഴ്ചയെ കാണുന്നതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. ന്യൂയോർക്ക് റോക്കഫെല്ലർ സെന്ററിൽ ഉയർത്താനുള്ള ക്രിസ്മസ് ട്രീ ന്യൂജേഴ്സിയിലെ മൗണ്ട് ഒലിവിൽ നിന്ന് മൻഹാട്ടനിൽ എത്തിച്ചു. $80 നീളവും 10 ടൺ ഭാരവുമുള്ള മരം അലങ്കരിച്ച് വർണ്ണാഭമാക്കുന്ന പണികൾ തുടങ്ങിക്കഴിഞ്ഞു. നവംബർ 28-നാണ് വൈദ്യുത അലങ്കാരങ്ങളാൽ ദീപ്തമാക്കിയ ട്രീ ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്യുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ നാന്ദിയായിട്ടാണ് ഈ ട്രീ ലൈറ്റിംഗ് സെറമണി ക്രമീകരിച്ചിരിക്കുന്നത്. ആകാശത്ത് ഒഴുകി നടക്കുന്ന അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ കാണാൻ അവസരം ഒരുക്കാമെന്ന നാസയുടെ വാഗ്ദാനം കൗതുകം ഉണർത്തുന്നു. ഇതിന് ആകാശത്തേക്ക് പോകേണ്ട ആവശ്യവും ഇല്ല. ബഹിരാകാശ നിലയം വീടിന് മുകളിലെത്തുമ്പോൾ ആ വിവരം സെൽഫോണിൽ ഇമെയിൽ ആയോ ടെക്സ്റ്റ് ആയോ ലഭിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ സ്പേസ് സ്റ്റേഷൻ കാണാമെന്നാണ് നാസ പറയുന്നത്. ഇതിനായി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാവും. പറക്കുന്ന വിമാനം കാണാൻ കഴിയുന്നത് പോലെ സ്റ്റേഷൻ കാണാനാകും എന്നാണ് നാസ അവകാശപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് 322 കിലോമീറ്റർ ഉയരത്തിലാണ് നിലയം. ലോകത്തിലെ 4600ഓളം സ്ഥലങ്ങളിൽ സ്റ്റേഷൻ കാണാനുള്ള സൗകര്യം നാസ ഒരുക്കിയിട്ടും ഉണ്ട്. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതിനാൽ ബഹിരാകാശ നിലയം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ദൃശ്യമാകും എന്നും നാസ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും ജീവിതസുഖമുള്ള രാജ്യം നോർവേ എന്ന റിപ്പോർട്ട്.
തുടർച്ചയായ 5-ാം വർഷമാണ് നോർവേ ഈ ബഹുമതി കരസ്ഥമാക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായ ലെഗാറ്റം പ്രോസ്പെരിറ്റി ഇൻഡെക്സ് ആണ് ലോകത്തെ ഏറ്റവും ജീവിത സുഭിക്ഷിതമായ രാജ്യങ്ങളുടെ റാങ്കിംഗ് തയ്യാറാക്കിയത്. ഡെൻമാർക്ക്, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ 2-3 സ്ഥാനങ്ങൾ നേടി. 142 രാജ്യങ്ങളിലെ ജീവിത സാഹചര്യങ്ങളാണ് റാങ്കിങ്ങിന് പരിഗണിച്ചത്. സാമ്പത്തികം, വിദ്യാഭ്യാസം, തൊഴിൽ സംരംഭം, അവസരം, ഭരണം, ആരോഗ്യം, വ്യക്തിസ്വാതന്ത്ര്യം, ക്ഷേമം, സുരക്ഷിതത്വം തുടങ്ങി 8 കാറ്റഗറികളുടെ പട്ടിക തിരിച്ചാണ് റാങ്കിംഗ് തയ്യാറാക്കിയത്. പണക്കാരുടെ പാർട്ടി എന്ന പ്രതിച്ഛായ മാറ്റുന്നതിന് വേണ്ടതെല്ലാം റിപ്പബ്ലിക്കൻ പാർട്ടി ചെയ്യണമെന്ന് ലൂസിയാന ഗവർണർ ബോബി ജിൻഡാൽ. ഒബാമയെ എതിർക്കുന്ന പാർട്ടി എന്നത് മാത്രം ഗുണം ചെയ്യില്ല. നിങ്ങൾക്ക് എന്തിനേയും വെറും കൈയോടെ തോൽപ്പിക്കാനാവുകയുമില്ല. മുറിപ്പെടുത്തുന്ന പ്രസ്താവനകൾക്ക് റിപ്പബ്ലിക്കന്മാർ അതിരിടണമെന്നും 2016 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ബോബി ജിൻഡാൽ പറഞ്ഞു. നമ്മുടെ പാർട്ടിയിൽ ഇത്തരം രീതികൾ കണ്ടുവരുന്നത് ഇതാദ്യമല്ല. പക്ഷേ ഇനി അത് വെച്ച് പൊറുപ്പിക്കാനാവുകയും ഇല്ല. വോട്ടർമാരുടെ വിവേകത്തെയും ബുദ്ധിയെയും നമ്മൾ നിന്ദിക്കരുത്. അമേരിക്കൻ ജനതയുടെ ബുദ്ധിശക്തിയെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, ജിൻഡാൽ പറഞ്ഞു. ഇലക്ഷനിൽ പാർട്ടിയുടെ കനത്ത പരാജയത്തിനു ശേഷമാണ് ജിൻഡാൽ സ്വന്തം പാർട്ടിക്കെതിരെ കടുത്ത വിമർശനം അഴിച്ചുവിട്ടത്. ഇമിഗ്രേഷൻ പോളിസിയിലും മറ്റും മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിക്കാതിരുന്ന ജിൻഡാൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉപേക്ഷിച്ച് ആളുകളെ വ്യക്തികളെന്ന നിലയിലും അമേരിക്കക്കാരൻ എന്ന നിലയിലും പരിഗണിക്കാൻ തയ്യാറാകണമെന്നും കൂട്ടിച്ചേർത്തു. ഇതോടെ ഈ വാർത്താ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഞങ്ങളുടെ വിലാസം news@mcntelevision.com. നന്ദി, നമസ്കാരം.